ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ അച്ചടക്കത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അച്ചടക്കം വേണം. അച്ചടക്കമില്ലാത്ത ഒരുത്തർക്കും വിജയിക്കാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിലെന്നല്ല, ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും അച്ചടക്കം കൂടാതെ വിജയിക്കാനുണ്ട്. കൃഷിക്കാരനാകട്ടെ, ഒരു ജോലിക്കാരനാകട്ടെ, ഒരു കലാകാരനാകട്ടെ, ഒരുത്തർക്കും അച്ചടക്കം കൂടാതെ വിജയിക്കാൻ സാധിക്കും. ഏത് തൊഴിലിനായാലും ആ തൊഴിലിന് അനുസരിച്ചുള്ള ഒരു അച്ചടക്കമുണ്ട്. വിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥിക്കണമെങ്കിലും പാടണമെങ്കിലും പ്രസംഗിക്കണമെങ്കിലും ഒക്കെ അച്ചടക്കം വേണം. അതില്ലാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ അച്ചടക്കം വേണ്ട അനേക മേഖലകളുണ്ട്. അതിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന അച്ചടക്കത്തെക്കുറിച്ചാണ്. അത് ഞാൻ അല്പം വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു. നിങ്ങളത് കൈക്കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അച്ചടക്കം സംബന്ധിച്ച് മാറ്റിയോ എന്ന് എനിക്കറിഞ്ഞില്ല. വരുത്തിയില്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞ കുടുംബസംബന്ധമായ നമ്മുടെ അച്ചടക്കമാണ്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അച്ചടക്കം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്. ഒന്നാമത് ദൈവം, രണ്ടാമത് കുടുംബം. അപ്പൊ കുടുംബസംബന്ധമായിട്ട് അച്ചടക്കമില്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കള്, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, ആ മേഖലകളിലെല്ലാം നമുക്ക് അച്ചടക്കം വേണം. തലമുറകളായി അച്ചടക്കമുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ വളരെ വിജയിച്ച കുടുംബങ്ങളാണ്. എല്ലാ തലത്തിലും. ആത്മീയ തലത്തിൽ അച്ചടക്കമുള്ളവർ ആ നിലയിൽ വിജയിച്ചു. ഭൗതിക തലത്തിൽ അച്ചടക്കമുള്ളവരുണ്ട്. ബിസിനസിന്റെ കാര്യത്തിൽ അച്ചടക്കമുള്ളവരുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അച്ചടക്കമുള്ളവരുണ്ട്. ഏത് മേഖലയിലാണോ അച്ചടക്കം ഉള്ളത് ആ മേഖലയിൽ അവർ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതേക്കുറിച്ച് കുറെ ചിന്തിച്ചു. ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ശരീരം സംബന്ധിച്ചുള്ള അച്ചടക്കത്തെക്കുറിച്ചാണ്. ഞാൻ അതേക്കുറിച്ച് അല്പമായിട്ടേ പറഞ്ഞുള്ളൂ, അധികം ഒന്നും പറഞ്ഞില്ല. ശരീരത്തിന്റെ അച്ചടക്കം. അതുകൊണ്ട് ഇന്ന് ഞാൻ ശരീരത്തിന്റെ അച്ചടക്കത്തെക്കുറിച്ച് അല്പം കൂടെ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദ്യം സൃഷ്ടിച്ച ശരീരത്തെയാണ്, പിന്നെ ആത്മാവിനെ സൃഷ്ടിച്ചു. ആദ്യ ശരീരത്തെയാണ് സൃഷ്ടിച്ചത്. പൗലോസ് അപ്പോസ്തലന് ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കിനെ കുറിച്ചൊക്കെ പറയുമ്പോ സ്ത്രീയെ അല്ല ആദ്യം സൃഷ്ടിച്ചത്, പുരുഷനെയാണ്. അതുകൊണ്ട് പുരുഷന് പ്രാധാന്യം കൂടുതലാണ്. സഭയുടെ ശുശ്രൂഷകളിൽ അവർക്കാണ് മുൻകൈ എന്നൊക്കെ പറഞ്ഞു. അല്ല, അതേ പ്രമാണം ഇവിടെയും ആത്മാവിനെ പിന്നാണ് സൃഷ്ടിച്ചത്, ശരീരത്തെയാണ് ആദ്യം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ശരീരത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആത്മാവിനേക്കാൾ പ്രാധാന്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. ശരീരത്തിന് ആത്മാവിനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. എങ്കിലും ഒന്ന് എണ്ണുന്നത് എപ്പോഴും ശരീരത്തെയാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. നമ്മുടെ ആത്മാവിനെ പറ്റിയുള്ള നമ്മുടെ ബോധം തന്നെ വരുന്നത് കുറെ കഴിഞ്ഞാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ശരീരത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധമാണ്. അതിന്റെ ശരീരത്തിന്റെ വേദനയുണ്ടെങ്കിൽ അത് കരയും, അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് കരയും, ഒക്കെയാണ്. ആത്മാവിന്റെ അസ്വസ്ഥതയെക്കുറിച്ചൊന്നും അതിനറിയില്ല. അതൊക്കെ എത്ര വർഷം കഴിഞ്ഞാണ് പിന്നെ അതേക്കുറിച്ചുള്ള ബോധം വരുന്നത്. അതുപോലെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചാണ് കുഞ്ഞ് ആദ്യം കരയുന്നത്. വിശന്നാൽ കരയും, അമ്മയുടെ പാലിന് വേണ്ടി കരയും, ഉറക്കം വന്നാൽ കരയും, ഒക്കെ കരയും. പ്രാർത്ഥിച്ചില്ലല്ലോ, വചനം കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുഞ്ഞ് കരയില്ല. അതൊക്കെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് അതൊക്കെ ചെയ്യുന്നത്. ശരീരത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെയേറെയാണ്. അപ്പോൾ ശരീരത്തെ ദൈവം മുന്നമേ സൃഷ്ടിച്ചു. അതിൽ ജീവനുള്ള ശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്തു. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ആലയമാണ് ശരീരം, നമുക്കെല്ലാം അറിയാം. 1 കൊരിന്ത്യർ 3-ാം 16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് ചോദിച്ചത് നമുക്കറിയാം. 1 കൊരിന്ത്യർ 6:19 നമ്മുടെ ശരീരം ദൈവാത്മാവിന്റെ മന്ദിരമാകുന്ന അവിടെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 8-ാം 16 വരുമ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് നാം മാത്രമല്ല, സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. റോമർ 8:23-24 വരെയുള്ള ഭാഗം. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി സകല ജീവികളും ഞരക്കത്തോട് കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നാം ഒരുപക്ഷെ തീരെ പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്. പല ക്രിസ്ത്യാനികളും തെറ്റിദ്ധരിച്ചത് ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ച് ഉപവാസത്തിനിട്ട് ഒക്കെ പീഡിപ്പിച്ച ഭക്തരാകുമെന്നാണ്. ശരീരത്തെ പീഡിപ്പിച്ച ആർക്കും ഭക്തരാകാനൊക്കില്ല. ശരീരത്തെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തെങ്കിലേ ഭക്തരാകാനൊക്കെ. കൊച്ചുകുഞ്ഞ് ഉപദേശിയൊക്കെ ഭക്തനായ മനുഷ്യനായിരുന്നു, അല്ലെന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയത് ശരീരത്തെ പീഡിപ്പിക്കുന്നതിലാണ്. ഒരു പക്ഷേ തന്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നെന്ന് വിചാരിച്ച് ഒരു നേരം മാത്രം ഒരു ദിവസം ആഹാരം കഴിക്കും. രാത്രി 12 മണിയാകുമ്പോൾ എന്തെങ്കിലും അല്പം ആഹാരം.
അതൊന്നും ഭക്തിയുടെ ഇതല്ല. കർത്താവ് ഭൂമി വന്നപ്പോൾ അങ്ങനെയല്ലല്ലോ കർത്താവ് കഴിച്ചത്. ഉപദേശിച്ചു എന്നുള്ള കാര്യം ശരിയല്ല. അല്ലാത്തപ്പോൾ തീനിയും കുടിയനുമായ മനുഷ്യൻ നോക്കിയാ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. കർത്താവ് നന്നായിട്ട് കഴിക്കുമായിരുന്നു, വല്ലതൊക്കെ നന്നായിട്ട് കഴിക്കുന്നയാളായിരുന്നു, നന്നായിട്ട് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രസ്താവനയാണ്, മീനും വേണ്ടുവോളം കൊടുത്തു. മീനും, കാരണം 2 മീനേ ഉണ്ടായിരുന്നുള്ളൂ, 5 അപ്പം കൊണ്ട് 2 മീനുണ്ട്. എങ്കിലോട് പറയുന്ന മീനും വേണ്ടുവോളം കൊടുത്തു എന്നാണ്. ഇപ്പൊ പിടിച്ച കൊണ്ടുവരാൻ പറയുമ്പോൾ 153 വലിയ മീനാ കൊണ്ട് കൊടുത്തത്. കനൽമേൽ ചുട്ട മീന് അപ്പവും അവർക്ക് കൊടുത്തു. കർത്താവ് എപ്പോഴും നല്ല ആഹാരം കൊടുത്തത്. പഴയ നിയമത്തിലും അങ്ങനെയാണ്. ഏലിയാവിന് കൊടുത്തത് അപ്പവും ഇറച്ചിയുമാണ്. അപ്പവും ചീരയല്ല കൊടുത്തത്. അങ്ങനെയൊക്കെ കഴിച്ചു. ദാനിയേല് ചീരയാണോ എന്നറിയില്ല, ശാഖപദാർത്ഥം കഴിച്ചു എന്നാണ്. അതിന്റെ കാരണം വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിരിക്കുന്ന മാംസാദികളും വീഞ്ഞുമായിരുന്നു. അതുകൊണ്ടാണ് കുടിക്കാൻ. ആഹാരത്തോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അപ്പോ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു. ആരോഗ്യമായി ശരീരത്തെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ കർത്താവിന്റെ മാതൃക ഞാൻ എപ്പോഴും ഓർക്കും. കർത്താവിന്റെ ശരീരത്തെക്കുറിച്ച് 2 പ്രസ്താവനകളെ പറഞ്ഞിട്ടുള്ളൂ പ്രധാനമായിട്ടും. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം, 52-ാമത്തെ വാക്യമാണ്. രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന അവൻ വളർന്നു എന്നാണ്. ആ വളർച്ച ശരീരത്തെക്കുറിച്ചാണ്. ഹി ഗ്രൂ ഫിസിക്കലി എന്നാണ്. കർത്താവ് അനുഭവിച്ച അത്രയും അടിയും തല്ലും കൊണ്ടിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിന്റെ കാരണങ്ങൾ എന്താണെന്നറിയാം. ദൈവകൃപയാന്നൊക്കെ നമുക്ക് പറയാം. കർത്താവ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി, 40 ദിവസം പട്ടിണി കിടക്കാനും ഒക്കെ നല്ല ആരോഗ്യമുള്ള ഒരു ബോഡി ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ഗുഡ് ഫിസിക്കൽ ബോഡി. നമ്മൾ നമ്മുടെ ശരീരത്തെ അങ്ങനെ സൂക്ഷിക്കാതിരുന്നത് നല്ലതല്ല. അമിതാഹാരം തെറ്റാണ് നമുക്കറിയാം, എന്ന് പറയേണ്ട ആവശ്യമില്ല. കൊഴുപ്പ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ നല്ല ആഹാരം കഴിക്കണം, ഗുഡ് ഫുഡ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്. 4 കൂട്ടി കഴിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെ പറയുന്നത്. ഒരു പ്ലേറ്റ് എടുത്ത് അതിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് അതിലെ ഒരു ഭാഗം പ്രോട്ടീനും ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ള മിനറൽസ്, അതുപോലെ മുതലായ കാര്യങ്ങൾ, വിറ്റാമിൻസ് കിട്ടാൻ ആവശ്യമായ പച്ചക്കറി, ഫ്രൂട്ട്സ്, അത് 2 ഭാഗം അതായിരിക്കണം. ഒരു ഭാഗം മാത്രമേ കാർബോഹൈഡ്രേറ്റ് നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ശരീരത്തെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. പഴയ നിയമത്തിലെ ആഹാരത്തെ സംബന്ധിച്ച് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അശുദ്ധരാകരുതെന്നാണ്. നിങ്ങൾ അശുദ്ധരാകരുത്. ആഹാരം സംബന്ധിച്ച് പഴയ നിയമത്തിൽ വളരെയധികം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. എന്ത് കഴിക്കാം, എന്ത് കഴിക്കരുത്, എങ്ങനെ കഴിക്കാം. ഇന്നുണ്ടാക്കിയ ആഹാരം നാളെ കഴിക്കാം, മറ്റന്നാൾ കഴിക്കാൻ പാടില്ലെന്ന്. കാരണം അന്ന് ഫ്രിഡ്ജ് ഒന്നുള്ള കാലമല്ല. ആഹാരം കേടാകും, കഴിച്ചാൽ അസുഖം പിടിക്കും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ദൈവം കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ച് ദൈവം വളരെ കൺസേൺഡാണ്. അതുപോലെ താമസിക്കുന്ന പരിസ്ഥിതിയിൽ എവിടെയെങ്കിലും ചുവരിന്മേൽ പച്ച നിറം കണ്ടാൽ ഉടനെ പുരോഹിതനെ കൊണ്ട് പരിശോധിപ്പിക്കണം, അത് ഭിത്തിയിലുണ്ടാകുന്ന കുഷ്ഠമാണോ. വസ്ത്രത്തിൽ അങ്ങനെ കണ്ടാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. കാരണം അവരെ ജീവിക്കേണ്ടത് വളരെ നല്ല ഹെൽത്തി എൻവയൺമെന്റിൽ ചുറ്റുപാട് ജീവിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ടായി. അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ, ശവത്തെ തൊട്ടാൽ അശുദ്ധരായിരിക്കണം. കാരണം ആൾ മരിച്ച എന്തുകൊണ്ടാണ്, ഇന്നത്തെ പോലെ പോസ്റ്റ്മോർട്ടം ഒന്നുമില്ല. ആൾ മരിച്ച എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കോവിഡ് വന്നാണോ, വേറെ എന്തെങ്കിലും രോഗം കൊണ്ടാണോ, പകരുന്ന പകർച്ചവ്യാധി കൊണ്ടാണോ, ഇതൊന്നും അന്ന് അറിയില്ല. ആൾ മരിച്ചെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് മരിച്ചവർ വൈകുന്നേരം വരെ അവരെ കുളിച്ച് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ രോഗം അവർക്ക് പകർന്നിട്ടുണ്ടോ എന്ന് വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഏകദേശം അറിയും. അപ്പോൾ അവരങ്ങനെയൊക്കെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു ഇന്നത്തെ കാലത്ത്. അതുപോലെ തന്നെയാണ് ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക എന്ന ആവശ്യം. 1 Corinthians 6-ാം അധ്യായത്തില് വായിക്കുമ്പോൾ ശരീരം ദുർനടപ്പിനല്ല കർത്താവിനത്രേ. 23-ാം വാക്യത്തിൽ അങ്ങനെയാണ്. ശരീരം ദുർനടപ്പിനല്ല. ഈ ശരീരം കൊണ്ട് ദുർനടപ്പ് എന്ന് പേർ വരുന്ന യാതൊരു കാര്യവും ചെയ്യാൻ നമുക്ക് അനുവാദം. ശരീരം കൊണ്ട് ദുർനടപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, കർത്താവ് ശരീരം കർത്താവിനുമാണ്. ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. 1 Corinthians 6:18 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, മറ്റേത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം. മറ്റുള്ളതായിരിക്കുന്ന എന്ത് ഒരാൾ കൊല ചെയ്താലും ശരീരത്തിന് വേറൊരാളെയാണ് കുത്തിക്കൊല്ലുന്നത്. മോഷ്ടിച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ വ്യഭിചാരം, ദുർനടപ്പെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് സ്വന്തം ശരീരത്തിനെതിരെ ചെയ്യുന്നതായിരിക്കും ഒരു പാപമാണ്. അങ്ങനെ പാപമാണ്. അത് പാപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലിയ പാപമായിട്ടായിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിലാണ് ഒരുപാട് ആളുകൾ വീണു പോകുന്നത്. മാസ്റ്റർമാരും ഉപദേശിമാരും അച്ഛന്മാരും തറന്മാരും മൂപ്പന്മാരും അല്ലാത്തവരും എല്ലാവരും ഒരുപാട് ആളുകൾ വീണു പോകുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ 1-2 വലിയ ലോക പ്രശസ്തരായ ആളുകളുടെ വീഴ്ചയെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായി. എനിക്ക് വളരെ സങ്കടം തോന്നി. അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ആളുകളാണ്. പക്ഷെ അവരൊക്കെയും ലൈംഗിക ഭാവത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ എത്ര ഭയങ്കരമാണ്. അപ്പൊ ശരീരത്തിന്റെ അച്ചടക്കത്തിന് ഒരു ക്രിയാത്മക വശവും ഒരു നിഷേധാത്മക വശവുമുണ്ട്. എന്താണ് ക്രിയാത്മക വശം?
ശരീരത്തെ ദൈവപ്രസാദമുള്ള പ്രവൃത്തികൾക്കായിട്ട് സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് എൻ്റെ ക്രിയാത്മക പ്രശ്നം. എൻ്റെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾക്കായിട്ട് ഞാൻ സൂക്ഷിക്കണം, അതിനുവേണ്ടി സൂക്ഷിക്കണം. എൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദം. അപ്പൊ അതേക്കുറിച്ച് ഇവൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവഭക്തത്തിന് വേണ്ടിയതാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ചെറുതും വലുതുമായിരിക്കുന്ന യാതൊരു പ്രവൃത്തിയും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അല്ല എന്ന് വരാൻ പാടില്ല. ഏത് പ്രവൃത്തി, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തി അങ്ങനെ വേണം. അതുകൊണ്ട് ഞാൻ നമ്മളെ ഒരു കപ്പ് കാപ്പി കുടിച്ചാലോ ചായ കുടിച്ചാലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ ഇനി ഒരു നെല്ലിക്ക വായിലിട്ടാലോ ഒരു മുട്ടായി എടുത്ത് വായിലിട്ടാലോ ദൈവമഹത്വത്തിന് വേണ്ടി വേണം. അലസമായിട്ട് ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അലസമായി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ സാധിക്കുമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം ശരീരത്തെ അച്ചടക്കത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്ത് കണ്ടാലും അതിനെക്കുറിച്ചൊരു ക്രൈവിങ് ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണം. അത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അങ്ങനെയാണ്. ആഹാരപാനീയങ്ങളിലുള്ള അച്ചടക്കം ഒരുപാട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 തിമോഥെയോസ് 6:6 പറഞ്ഞിട്ടുണ്ട്, സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നെങ്കിലൊന്നും ഉപേക്ഷിക്കേണ്ടതല്ല. ചില ആളുകൾ അത് കഴിക്കരുത് കഴിക്കരുതെന്ന് പറയും. പക്ഷേ പൗലോസ് പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിക്കുന്നതിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്, വചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടും, അതിനുശേഷമേ അത് കഴിക്കാവൂ. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 128:2 പറയുന്നത്, നീ നിന്റെ അധ്വാനഫലം തിന്നുമെന്നാ. നിന്റെ അധ്വാനഫലം തിന്നും. നല്ല മനുഷ്യനെ പറ്റി ദൈവ ഭക്തിയുള്ള മനുഷ്യൻ അവന്റെ അധ്വാനത്തിന്റെ ഫലം തിന്നും. തിന്നുന്നവരാണ് ഭക്തന്മാര്. സഭാപ്രസംഗി 10:16-17 ആരെങ്കിലും ഒന്ന് വായിച്ച്. സഭാപ്രസംഗി 10:16-17 ദൈവ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ദേശം, ഭാഗ്യമുള്ള ദേശം, അനുഗ്രഹിക്കപ്പെട്ട ദേശം എപ്പോഴാണ്? ബലത്തിനു വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി തീറ്റയും കുടിയും മദ്യപാനവും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ദേശം ശപിക്കപ്പെട്ട ദേശമാണ് പറയുന്നത്. രാവിലെ തന്നെ പാർട്ടി തുടങ്ങുന്നത്. ശലോമോനും വലിയ രാജാവാണ്. ശലോമോൻ ഒരുപാട് തീറ്റയും കൂടി നടത്തിയിട്ടുള്ളതാണ്. ശലോമോൻ ഒരു ദിവസം വേണ്ടതായിരിക്കുന്ന ആഹാര സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. എന്തോരം മൃഗങ്ങളാണ് വേണ്ടത്. പക്ഷെ ശലോമോന്റെ ഒരു കാര്യം പറഞ്ഞു, ബലത്തിന് വേണ്ടി മാത്രം ആഹാരം. മുന്നിൽ ഒരു സാധനം വെച്ചാൽ ഇതെന്റെ ആരോഗ്യത്തിന് സഹായകരമാണോ, എനിക്ക് ശക്തിയും ബലവും തരുന്ന ആഹാരമാണോ, അതോ എന്നെ ബലഹീനനാക്കുന്നതാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം കഴിക്കും. പിന്നെ അതൊരു സാധനം കഴിക്കരുത്. ടേസ്റ്റിയായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണം, അതിനെന്താ കുഴപ്പം? നല്ല ആഹാരങ്ങൾ ടേസ്റ്റില്ല കഴിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ ബലത്തിന് വേണ്ടി കഴിക്കണം. നമ്മുടെ ഭൂമിയിൽ വിളഞ്ഞത് എന്തും കഴിക്കാൻ നമുക്ക് അനുവാദമൊന്നുമില്ല. നമ്മുടെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്തിനേയും പിടിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് ബലത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ആഹാരമാണ്. എന്ത് സാധനം വാങ്ങാൻ പോയാലും, മത്സ്യം വാങ്ങാൻ പോയാലും, ഇറച്ചി വാങ്ങാൻ പോയാലും ഈ ചോദ്യം ചോദിക്കണം, ഇതെന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണോ അല്ലയോ? അതുകൊണ്ട് തന്നെയാണ് ഉറക്കം വിശ്രമവിയിലുള്ള അച്ചടക്കം. സഭാപ്രസംഗി 4:6 വായിച്ചേ. സഭാപ്രസംഗി 4:6 2 കൈയും നിറച്ച് അധ്വാനിച്ച് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൈ കൊണ്ട് അധ്വാനിക്കുക, ഒരു വിശ്രമിക്കുകയാണ്. ദൈവത്തിനും വെറുതെ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്. ചില ആളുകൾ അങ്ങ് 2 കൈ കൊണ്ടും അധ്വാനിക്കുക. ജോലിയെ ജോലി, ജോലിയെ ജോലി, ജോലിയെ ജോലി. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു 5 മിനിറ്റ് വന്നിരുന്ന് ഒന്ന് വെറുതെ വന്നിരിക്കാനോ, ഭർത്താവിൻ്റെ അടുത്ത് വന്നിരുന്ന് മക്കളുമായിട്ട് ഒന്ന് അവസാനം പറയാനോ, എന്തെങ്കിലും ഗെയിംസ് കളിക്കാനോ, അല്ലെങ്കിൽ ഒരു കഥാപുസ്തകം എടുത്ത് വായിക്കാനോ ഒന്നും സമയമില്ല. അവർ എപ്പോഴും അധ്വാനം അധ്വാനം അധ്വാനം. എന്ത് അധ്വാനം? ഈ 2 കൈ കൊണ്ട് അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യാനെന്നാ പറയുന്നത്? ശലോമോൻ അതിനേക്കാൾ നല്ലത് ഒരു കൈ കൊണ്ട് അധ്വാനിക്കുക, ഒരു കൈ കൊണ്ട് വിശ്രമിക്കുകയും ചെയ്യുകയാണ്. അതാണ് നല്ലത്. 2 കൈ കൊണ്ട് അധ്വാനിക്കും. ചില ആളുകൾ അങ്ങനെ ഓടി നടന്ന് ഭ്രാന്തന്മാരെ പോലെ ജോലി ചെയ്യുന്ന ആളുകൾ. അതൊന്നും നല്ലതല്ല, അതൊന്നും നല്ലതല്ല. 1 തിമോഥെയോസ് 4:7 വായിച്ചേ. ശരീരത്തിന്റെ അഭ്യാസം നല്ല, എക്സർസൈസ് കുറച്ച് ഗുണം ചെയ്യും. അങ്ങനെ പൗലോസ് പറയുന്നു. ശരീരാഭ്യാസം കുറച്ച് നല്ലതാ, പക്ഷേ ദൈവാഭ്യാസമാണ് നല്ലത്. വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷം പറയാനും സമയം ഒട്ടുമില്ലാതെ മുഴുവൻ ജിമ്മിൽ പോകുന്ന ആളുകളെ കൊള്ളുകയില്ല. പക്ഷെ ജിമ്മിൽ ഒട്ടും പോകാതെ എപ്പോഴും വീട്ടിൽ തന്നെ കിടക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെയും കൊള്ളുകയില്ല. നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഓടുവോ ചാടുവോ എക്സർസൈസോ ഒക്കെ വേണം. നടന്നാൽ മതി, ധാരാളം നടന്നാൽ മതി. എന്തെങ്കിലും ജോലി ചെയ്യണം, ശരീരത്തിന് എക്സർസൈസ് കിട്ടണം. അത് ചെയ്യാത്ത ആളുകളുണ്ട്. രാവിലെ വളരെ താമസിച്ച് എഴുന്നേൽക്കുന്നവരും രാത്രി വളരെ വൈകി കിടക്കാൻ പോകുന്നവരും ഒക്കെ അവരൊന്നും ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന വ്യായാമം കൊടുക്കുന്നവരായിരിക്കുന്ന ആളുകളല്ല. സഭാപ്രസംഗി 3:13 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. ഏത് മനുഷ്യനും താൻ അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം? തിന്നു കുടിച്ച് സുഖിക്കണം. അത് ദൈവത്തിന് ദാനമാണ്. ദൈവം എന്തിനായി ഭൂമിയെല്ലാം സൃഷ്ടിച്ചത്? ദൈവം എന്തിനാ നമുക്ക് ആരോഗ്യബലം തന്നത്? അധ്വാനിക്കാനാണ്. പക്ഷെ അധ്വാനിക്കുന്നത് എന്തിനാ? തിന്നു കുടിച്ച് ആനന്ദിക്കും. ചിലർ തിന്നുകയില്ല, കുടിക്കുകയില്ല, ആനന്ദിക്കുകയില്ല.
ചിലർ കഴിക്കുന്നതന്നെ കണ്ട ഒരു സന്തോഷം കാണുന്നവർക്ക് പോലും കാണുകയില്ല. അപ്പൊ ശലോമോൻ പറഞ്ഞ അങ്ങനെ തിന്നു കുടിച്ച് ആനന്ദിക്കണം. 1 തിമോഥെയോസ് 4:4 വായിച്ചേ. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് പാമ്പിനെ തിന്നണേ പാമ്പിനെ തിന്നാം, പട്ടിയെ തിന്നണമെങ്കിൽ പട്ടിയെ തിന്നാം, പൂച്ച തിന്നണേ പൂച്ച തിന്നാം. നിങ്ങൾക്ക് ഇനിയും വേറെ എന്താ, പശുവിനെ തിന്നണേ പശുവിനെ തിന്നാം, ആടിനെ തിന്നണമെങ്കിൽ ആടിനെ തിന്നാം. ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലതാണ്. ചൈനക്കാരും എലിയെയും പാറ്റായും ചെല്ലിനെയും എല്ലാം തിന്നും. അവർക്ക് വല്ല ആരോഗ്യപരമായിട്ടല്ലേ ഇരിക്കുന്നത്. അവർക്ക് വല്ല നമ്മളെയൊക്കെ വല്ല കുഴപ്പമുണ്ടോ? അവരെ കണ്ടാൽ വല്ല കുഴപ്പമുണ്ടോ? ബുദ്ധി വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ ഒരു മാനസികമായ പല്ലേ കാണുമ്പോ അവര് വലിയ പല്ലി. എലിയെ കാണുമ്പോ എലി, എലിയെ കാണുമ്പോ എലി, ഇന്നത്തെ കറിക്കുള്ള സാധനം കിട്ടിയെന്ന് അവര് പറയും. അതൊക്കെ മാനസികമായതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും കഴിക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലതാണ്. പഴയ നിയമകാലത്ത് എല്ലാം അനുവദിച്ചിരുന്നില്ല. കാരണം അവർ വേർപെട്ട ഒരു ജനമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ദൈവം ചെയ്ത ഒരു കാര്യമാണ്. ജാതികൾ തിന്നുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും തിന്നാനൊക്കെ. തത്വന് ജാതികൾക്ക് കൊടുത്തേക്കാനാ പറഞ്ഞു. അവർ വെള്ളത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേക ജനമാണ്. അപ്പൊ നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും ഇത് ദൈവം അനുവദിച്ചതാണോ, ദൈവത്വത്തിന് വേണ്ടിയാണോ, എനിക്ക് നല്ലതാണോ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു വേണം ഒരു യഹൂദൻ കഴിക്കാൻ. ഒരു ദൈവവൈദ്യരും അങ്ങനെ ചോദിച്ചു വേണം കഴിക്കാൻ. ഇതെന്റെ ശരീരത്തിന് നല്ലതാണോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചു വേണം. പിന്നെ വചനത്താലും പ്രാർത്ഥനയാലും എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടെന്നാണ്. നിങ്ങൾക്ക് എന്ത് തിന്നണമെങ്കിൽ തിന്നു. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇപ്പൊ പാമ്പിനെ തിന്നണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കേസെടുക്കും. പന്നി തിന്നോളാൻ പറഞ്ഞ പിന്നെ പന്നി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വളർത്തുന്ന പന്നിയുണ്ട്, കാട്ടുപന്നിയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചൊല്ലി ശുദ്ധീകരിച്ച ശേഷം എന്ത് വേണമെങ്കിലും കഴിച്ചു. പത്രോസിനോടും അങ്ങനല്ലേ പറഞ്ഞ, തൂമ്പട്ടിയിൽ ഇറക്കി കൊടുത്ത എന്തായാലും ലോകത്തുള്ള സകല ജന്തുക്കളെ എഴജന്തുക്കളെ എല്ലാം എഴുതാൻ കാലത്ത് തിന്നിടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തിന്നിയില്ല അശുദ്ധമായത്. ആര് പറഞ്ഞ അശുദ്ധമാണെന്ന്? ദൈവം ശുദ്ധീകരിച്ചാൽ നീ അശുദ്ധമാണെന്ന് പറയാണ്. ദൈവത്തേക്കാൾ നമ്മൾ വിശുദ്ധന്മാരാകാൻ പോകരുത്. പറയില്ലേ, ഉപ്പിനേക്കാൾ ഉപ്പിലിട്ടതിന് ആണ് ഉപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നു? ഉപ്പിനേക്കാൾ ഉപ്പിലിട്ടതിനാൽ ഉപ്പോട് പറയാൻ ഒക്കില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തേക്കാൾ വിശുദ്ധന്മാരാകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കില്ല. കഴിച്ചോളാനാ പറയുന്നത്. ദൈവം തന്നിരിക്കുന്ന കഴിക്കാനാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും ദൈവത്തിന്റെ മഹത്വവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഹാരത്തിന്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സാണ്. സമയത്ത് ആഹാരം കഴിച്ചില്ലേ ദൈവനാമം മഹത്വപ്പെടുകയില്ല. കാരണം അൾസർ ഉണ്ടാകും, ഗ്യാസ്, പല പ്രശ്നങ്ങളുണ്ടാകും. എനിക്കറിയാവുന്ന എത്ര ദൈവദാസന്മാരുണ്ട്. അവർ ശരീരം സമയത്ത് ആഹാരം കഴിക്കാൻ സുവിശേഷവലിക്ക് പോകും. പിന്നെ അവസാനം എന്ത് ചെയ്തു? അൾസറും പിടിച്ച് എല്ലാം പിടിച്ച് അവരെ ആ കാലത്ത് മരിക്കും. നീ എന്തിനാ കാലത്ത് മരിക്കുന്നത്? കർത്താവ് പറഞ്ഞോ നീ സുവിശേഷവലിക്ക് പോകുമ്പോൾ ആഹാരം കഴിക്കരുത്? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആ ഡിസിപ്ലിനൊക്കെ വേണം നമുക്ക്. വല്ലപ്പോഴും ഒരു ദിവസം സമയത്ത് ആഹാരം കഴിക്കാത്തില്ലെന്ന് വരും. പക്ഷെ പതിവായിട്ട് നമ്മൾ ആഹാരം നമ്മുടെ സമയത്ത് തന്നെ കഴിക്കണം. ശരീരം ഡീഹൈഡ്രേറ്റ് ആയി പോകരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പൊ ശരീരത്തിന്റെ അച്ചടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. തീറ്റയായാലും കുടിയായാലും ഉറക്കമായാലും വിശ്രമമായാലും എന്തുമായാലും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ ശരീരം നമ്മുടെ ദാസനായിരിക്കുക. നാം ഒരിക്കലും നമ്മുടെ ശരീരത്തിന്റെ ദാസനാകരുത്. നിങ്ങളത് കുറിക്കൊണ്ടോണം. ശരീരം നമ്മുടെ ദാസൻ. ഈ ശരീരം എൻ്റെ ദാസനായിരിക്കണം. ഞാൻ പറയുമ്പോൾ ഉറങ്ങണം, ഞാൻ പറയുമ്പോൾ എഴുന്നേക്കണം, ഞാൻ പറയുമ്പോൾ കഴിക്കണം, ഞാൻ പറയുമ്പോൾ കുടിക്കണം. എൻ്റെ ശരീരം പറയുമ്പോൾ ഞാൻ കഴിക്കരുത്. ശരീരം ചിലപ്പോൾ പറയാം തിന്നെന്ന് പറയുന്നത് അല്ലേ. ശരീരം പറയും കണ്ടോ ഉറങ്ങ ഞാനത് ചെയ്യിക്കരുത്. നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ദാസന്മാരാണ്, നമ്മുടെ വികാരങ്ങളുടെ ദാസന്മാരാണ്, നമ്മുടെ വിശപ്പിന്റെ ദാസനാണ്, ദാഹത്തിന്റെ ദാസനാണ്. അങ്ങനെ ആകരുത്. ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുണ്ട്, നിനക്കൊന്നും യാതൊരു സെൽഫ് കൺട്രോളുള്ള മനുഷ്യനാണ്. ആന്ന് സാറേ എനിക്ക് ഞാൻ പറയട്ടെ, ഈ കൊച്ചു ബീഡിക്ക് നീ അടിമയല്ലേ? നീ ഒരു കൊച്ചു ബീഡിക്ക് അടിമയല്ലേ? രാവിലെ നീ എഴുന്നേക്കും അത് വലിച്ചിട്ടെങ്കിൽ നിനക്ക് കക്കൂസി പോലും പാൻ ഒക്കില്ല. അപ്പൊ നീ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്താ? ബീഡിയല്ലേ? ഞാൻ വിചാരിച്ചാൽ നിർത്താം. നീ വിചാരിച്ചാൽ നിർത്താൻ നോക്ക്. വിചാരിച്ചാൽ നിർത്താം, പക്ഷെ നീ വിചാരിക്കുകയില്ല. കാരണം നീ ഒരു അടിമയായി പോയി. അതുപോലെയാണ് രാവിലെ ഒരു കട്ടൻ കാപ്പിക്ക് പോലും അടിമയാകരുത്. ഞാൻ രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്ന ആളാണ്. പക്ഷേ കട്ടൻ കാപ്പി കുടിക്കാൻ നിർബന്ധമൊന്നുമില്ല. കുടിച്ചിട്ട് ഒന്നും സംഭവിക്കും. പിന്നെ എനിക്കിഷ്ടമാണ്, ഞാൻ കുടിക്കുന്നു. അത് ശരിയാണ്. പക്ഷെ ഞാൻ അതിനടിമയല്ല. ഒരാഹാരത്തിനും അടിമയല്ല. ഇന്ന സാധനം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ലെന്ന് ഒരിക്കലും പറയാനായിട്ട് പാടില്ല. നമ്മളെ ഒന്നും അടിമയാക്കരുത്. പല വിശ്വാസികളെയും അങ്ങനെ അടിമയാക്കിയിരിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, അതിന് പകരം പൗലോസ് എന്താ പറഞ്ഞെന്നറിയാമോ? പൗലോസ് പറഞ്ഞു ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കണമെന്നാ പറഞ്ഞു. അങ്ങനെയാ പറഞ്ഞു, ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കുക. അതാണ് പൗലോസിന്റെ നിർദ്ദേശം. 1 കൊരിന്ത്യർ 9:27 വായിച്ചേ. 1 കൊരിന്ത്യർ 9:27.
അതാണ് മറ്റുള്ളവരുടെ ഞാനിതൊക്കെ പ്രസംഗിച്ച് ദൈവത്തിന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഞാനിപ്പോ പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം പൗലോസ് എഴുതിയ വാക്യങ്ങളാണ്. പൗലോസ് പറയാം ഞാനിതെല്ലാം പ്രസംഗിച്ചു ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു എന്ന് പറഞ്ഞ എങ്ങനെയാ? അതിന് പൗലോസ് പറഞ്ഞു ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കിടക്കുക. ഈ ദണ്ഡിപ്പിക്കുക എന്നുള്ള വാക്കൊരു വല്ലാത്ത വാക്കാ കേട്ടോ. അതിന് ലിറ്ററൽ മീനിങ് ഹിറ്റ് അണ്ടർ ദി ഐ എന്നാണ്. ഹിറ്റ് അണ്ടർ ദി ഐ. ഊപ്പോ പിയാറ്റ്സോ. ഊപ്പോ എന്നതിന് അണ്ടർ എന്നും പോസ് എന്ന് പറയുന്ന കണ്ണെന്നുള്ള വാക്കിൽ നിന്നാണ്. ഒഫ്താൽമോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പൊ ഈ കണ്ണിന് താഴെ ഇടിക്കുക എന്നാ പറയുന്നത്. അതായത് ബോക്സിങ് നടത്തുന്നവർ എപ്പോഴും ഇടിക്കാൻ ശ്രമിക്കുന്നവരെന്നറിയാമോ? ഇടിച്ച് കണ്ണ് കലക്കാനാണ്. അവരെപ്പോഴും ചെയ്യുന്ന അവർക്ക് കണ്ണിനിടിക്കാനാണ്. പൗലോസ് പറഞ്ഞ ഞാനതാ ചെയ്യുന്നത്, വേറെ ഒരാൾ ഇടിക്കുകയല്ല, ഞാൻ തന്നെ എന്റെ കണ്ണിന് ഇടിച്ച് കീഴ്പ്പെടുത്തും. നോക്കരുതാത്ത സ്ഥലത്ത് നോക്കാതിരിക്കാൻ, ആഗ്രഹിക്കാത്ത കാരണം ആഗ്രഹിക്കാതിരിക്കാൻ, ഉറങ്ങാൻ പാടില്ലാത്ത സമയത്ത് ഉറങ്ങാതിരിക്കാൻ ഞാൻ നല്ല ഇടി കൊടുക്കും. അക്ഷരാർത്ഥത്തിൽ താൻ ചെയ്തോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷെ താൻ ഉപയോഗിച്ച വാക്കതാണ് ഹിറ്റ് അണ്ടർ മൈ ഐസ്. അങ്ങനെ വേണം വിശ്വാസികൾ. ചില സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഉറങ്ങില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് രാത്രികൾ ഉറക്കമില്ലാത്തതുകൊണ്ടാണ്. രാത്രികൾ തീരെ ഉറങ്ങില്ല. 1-2 മണിക്കൂറൊക്കെ ഉറങ്ങും. ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് ഉറങ്ങാൻ ഒക്കില്ല, കിടന്നാലും ഉറങ്ങാൻ ഒക്കില്ല. എഴുന്നേറ്റ് പോയി വായിക്കും. പിന്നെ ചിലപ്പം സ്വഭാവത്തിൽ വരുമ്പം ഉറക്കം വരും. ഉറക്കമായിട്ട് ഫൈറ്റ് ചെയ്യും. ഐ നീഡ് ടു ഹിറ്റ് അണ്ടർ മൈ ഐ. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടെ അടിമയായിരിക്കണം. നാം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മള് വേണം. ഉപവാസം കൊണ്ട് ശരീരത്തെ ദണ്ഡിപ്പിക്കും. ദൈവമക്കൾ ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. 69-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. 69-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം. ഞാൻ ഉപവസിച്ച് ആത്മതോളത്താൽ കരഞ്ഞു ഉപവസിച്ച് അങ്ങനെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ അതും എനിക്ക് നന്ദിയായി തീർന്നു. മറ്റുള്ളവരെ നോക്കി പറയുന്നത് കണ്ടില്ലേ, ഉപവസിച്ച് കരഞ്ഞ് 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 കണ്ണെല്ലാം ചുവന്നിരിക്കുന്നു എന്ന് പറയും. കുടിച്ചായിരിക്കും എന്നാണ് പറയും. കുടിച്ചിട്ടാണ് അവന്റെ കണ്ണിയോ. ആളുകൾ അങ്ങനെ ചെയ്യുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 35-ാം സങ്കീർത്തനത്തിൽ 13-ാം വാക്യം. 35-ാം സങ്കീർത്തനത്തിൽ 13-ാം വാക്യം. അത് മറ്റുള്ളവർ രോഗമായി കിടന്നപ്പോ ഇത് പറയാ ഞാന് ഉപവാസം കൊണ്ടാക്കി എന്ന് പറയാം. ഇവിടെ എല്ലാം കാണുന്ന എന്താ വെച്ചാൽ എന്ത് ചെയ്യണം എന്റെ ശരീരം കൊണ്ട്, എപ്പോൾ കഴിക്കണം എപ്പോൾ കഴിക്കരുത്, എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഉറങ്ങരുത്, ആരാ നിശ്ചയിച്ചത്? അത് നമുക്കത് സാധിക്കുമോ? നമുക്കത് സാധിക്കില്ല. നമ്മൾ ഉപവാസ പ്രാർത്ഥന വെച്ചാലും രാവിലെ 10 തുടങ്ങി 2 വരെ ഉപവാസ പ്രാർത്ഥന, 2 മണിക്ക് കഞ്ഞിയും പയറും. അല്ലാതെ ഒരു 12 മണിക്കൂർ ഉപവാസം നമുക്ക് ഒക്കില്ലല്ലോ. അത്താഴം കഴിച്ചു, ഇനി നാളെ വൈകിട്ട് അത്താഴമേ കഴിക്കത്തുള്ളൂ, അതുവരെ ഒരു ആഹാരവും കഴിക്കില്ല, വെള്ളം മാത്രം കുടിക്കും. അങ്ങനെ ഉപവസിക്കാൻ നമുക്കൊക്കില്ല. കാരണം നമ്മുടെ ശരീരം നമ്മുടെ അടിമയല്ല, നാം നമ്മുടെ ശരീരത്തിന്റെ അടിമയാണ്. കർത്താവ് 40 ദിവസം ഉപവസിച്ചു, മോശ 40 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ലെന്നാണ്. ഭക്തന്മാരായിരിക്കുന്ന അനേക ആളുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് പൗലോസ് ഇങ്ങനെ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച? പൗലോസിനെ പറഞ്ഞല്ലോ, കൊള്ളരുതാത്തവനായി തീരാതിരിക്കാൻ. അച്ചടക്കമില്ലാത്ത ശരീരം ഉള്ളവരെല്ലാവരും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു കൊള്ളരുതാത്ത മനുഷ്യൻ. തിന്നുന്നതിൽ കൊള്ളരുതാത്തവനാണ്, ഉറങ്ങുന്നതിൽ കൊള്ളരുതാത്തവനാണ്, കുടിക്കുന്നതിൽ കൊള്ളരുതാത്തവനാണ്, ജോലി ചെയ്യുന്നതിൽ കൊള്ളരുതാത്തവൻ, ഞാൻ കൊള്ളാവുന്ന മനുഷ്യൻ. നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന് പൗലോസിന് പറയാൻ കഴിഞ്ഞതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് എല്ലാ മേഖലയിലും താൻ അച്ചടക്കമുള്ളവനായിരുന്നു. തന്റെ ശരീരത്തെ താൻ തന്റെ അടിമയായി സൂക്ഷിച്ചു. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് അച്ചടക്കം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. പൗലോസ് പറഞ്ഞു, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എന്ത് ചെയ്യാൻ എനിക്ക് അനുവാദം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനും, എവിടെ പോകാനും, എന്ത് തിന്നാനും, എന്ത് കുടിക്കാനും, എപ്പോ ഉറങ്ങാനും എനിക്ക് അനുവാദമുണ്ട്, എനിക്ക് അവകാശമുണ്ട്. പക്ഷേ പറഞ്ഞു, എങ്കിലും സകലവും പ്രയോജനമുണ്ട്. അങ്ങനെ ജീവിക്കുന്ന പ്രയോജനമുണ്ട്. അതുകൊണ്ട് പറയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അടിമയാകുകയില്ല, അധീനനാകുകയില്ല. എനിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ അധികാരമുണ്ട്. ആരും എന്റെ അധികാരത്തെ ചോദ്യം ചെയ്യില്ല, എന്റെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു സാധനത്തിനും അടിമയാവില്ല. പറയാണ്, വയറ് ഭോജ്യങ്ങൾ വയറിനും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായില്ല. ദൈവം ആഹാരത്തെ നശിപ്പിക്കും, വയറിനെ നശിപ്പിക്കും. ആഹാരം സൃഷ്ടിച്ചിരിക്കുന്ന വയറിന് വേണ്ടിയാ, വയറിനെ ഉണ്ടാക്കി വല്ലതും തിന്നാൻ വേണ്ടിയാ. പക്ഷേ നീ ദൈവമഹത്വത്തിന് വേണ്ടി സൂക്ഷിച്ചില്ല, ദൈവം നിന്റെ വയറിനെ നശിപ്പിക്കും. അതിൻ്റെ അത് ക്യാൻസർ വരും, അതിനകത്ത് അത് വരും, പിന്നെ ഇത് വരും, എന്തെല്ലാം അസുഖം, ഗ്യാസ് വരും, വയറ് വീർത്ത് വരും, പിന്നെ എന്തെല്ലാം അസുഖങ്ങളാ വയറിന് വരുന്നത്. ദൈവം അതിനെ നശിപ്പിക്കും. അതുപോലെ ആഹാരത്തെ നശിപ്പിക്കും.
നിനക്ക് തൊട്ടുപോകരുതെന്ന് പറയാം, ഒരാരും തൊട്ടുപോകരുത്. നിന്റെ വിളവുകളെല്ലാം നശിച്ചു പോകും, നിന്റെ കൃഷികളെല്ലാം നശിച്ചു പോകും. ദൈവം വളരെ നീതിമാനായ മനുഷ്യനാണ്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ്. ശരീരവും ആഹാരവും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ ഒത്തിരി ബന്ധമുണ്ട്. അത് ന്യായവിധിക്ക് വിധേയമോ അനുഗ്രഹത്തിന് വിധേയമോ ആകും. ആഹാരം ന്യായവിധിക്ക് കാരണമാകാൻ, കാരണം എന്ത് തിന്നാലും കുടിച്ചാലും ദൈവമഹത്വത്തിന് വേണ്ടിയാകണം. ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയല്ല. എന്റെ തീറ്റിയും എന്റെ കുടിയും ന്യായവിധിക്ക് വിധേയമാകും. നീ എന്തിനാ ഇങ്ങനെ തിന്നത്? എന്തിനാ നീ ഇങ്ങനെ കുടിച്ചത്? നിനക്ക് എത്ര ആവശ്യമുണ്ട്? ആഹാരം ഉണ്ടായിരുന്നില്ല, നീ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചു. 2 പേർക്കുള്ള ആഹാരം നീ കഴിച്ചു. നിന്നോട് ആര് പറഞ്ഞു? അത് ദൈവം ചോദിക്കുന്നതാണ്. ദൈവം ചോദിക്കുന്നതാണ്. അവരുടെ ദൈവം വയറെന്നൊക്കെ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവരാന്ന് ചോദിച്ചാൽ അവർ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നവരാ അവരുടെ ദൈവം വയർ. അങ്ങനെ ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ആഹാരം കഴിക്കുക, ഒരുപാട് ആഹാരം കഴിക്കരുത്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നതാണ്, നിനക്ക് നിന്റെ കർത്തവ്യമുണ്ട് എന്നതാണോ നിന്നെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടർ, അതോ പ്രയോജനമുണ്ട് എന്നുള്ളതാണ്. അതാണ്, നിനക്ക് കർത്തവ്യം അനുസരിച്ചാണോ നീ ആഹാരം കഴിക്കുന്നത്, അതോ പ്രോഫിറ്റ്, പ്രയോജനം അനുസരിച്ചാണ്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. എനിക്ക് രാവിലെ 8 മണിയോ 9 മണിയോ കിടന്ന് ഉറങ്ങാനുള്ളതായിരിക്കും അധികാരമുണ്ട്. എന്നതാരും ചോദിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കടത്തിൽ കിടന്നുറങ്ങുന്നതിനാരോ ചോദിക്കും? കർത്തവ്യമുണ്ട്, പക്ഷെ നിനക്കത് പ്രയോജനമാണെന്നുള്ളത്. നിന്റെ കോയിറ്റ് ടൈം ഉണ്ടോ? നിനക്ക് അന്യ കാലത്ത് താമസം എഴുന്നേറ്റ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കോയിറ്റ് എടുക്കാനും പ്രാർത്ഥിക്കാനും വളരെ ബുദ്ധിമുട്ടി. സാറിന് 7 അധ്യായം എല്ലാ ദിവസവും വായിക്കുന്ന, മിനിമം 10-12 വായിക്കുന്നതിന് 4-5 അധ്യായം വായിക്കാൻ സാധിക്കും. എനിക്കത് ഭയങ്കര പ്രയാസം തോന്നി. കാരണം ഇനി ഞാൻ ഉണർന്നിട്ട് 1 മണിക്കൂർ താമസിച്ച് പിന്നെ കിടന്നുറങ്ങി. എഴുന്നേക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മുങ്ങുന്നില്ല. പ്രാർത്ഥന അതുപോലെ തന്നെ, എന്നും പ്രാർത്ഥിക്കുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവ് ചോദിക്കുന്നതാണ്, നീ അധികമൊന്നും ഉറങ്ങിയില്ല, 6:30 വരെ ഉറങ്ങിയുള്ളൂ. നീ 6:30 വരെ കിടന്ന് ഉറങ്ങിയത് നിനക്ക് അധികാരം ഉണ്ടെന്നുള്ള കാര്യം സമ്മതിച്ചു, പക്ഷെ നിനക്കത് പ്രയോജനം ചെയ്തോ? പ്രയോജനം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്ക് കൊടുക്കണം കർത്താവിനോട് ഒരുപാട്. ഇതൊന്നും ചിന്തിക്കുകയൊന്നുമില്ല. വേണ്ട പക്കൽ കിടന്നിറങ്ങും, വരുന്നിടത്ത് വരണ്ട്, പോകുന്നിടത്ത് പോകണം, കയറി കിടന്ന എന്നെ ശരി ഒരു ഉറക്കം, എന്നെ വിളിക്കാൻ. ഈ മട്ടിലെ ആളുകൾ കിടന്നുറങ്ങുന്നത്. ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. ഇതിനെല്ലാം കണക്ക് കൊടുക്കണം. നാം ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിനെല്ലാം കണക്ക് കൊടുക്കണം. നാം പറയുന്ന ഏത് നിസ്സാരവാക്കിനും കണക്ക് കൊടുക്കണം. ഇതേക്കുറിച്ചൊന്നും ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ന്യായ ദിവസത്തിൽ നമ്മൾ കണ്ടമാനം കിടന്ന് വിറയ്ക്കും. അത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കർത്തവ്യമുണ്ടോ എന്നതിനേക്കാൾ പ്രയോജനമുണ്ടോ എന്ന ചോദ്യം ചോദിച്ച് ഉത്തരം യേസ് എന്നാണെങ്കിൽ നമുക്കത് ചെയ്യാം, അല്ല നോ എന്നാണെങ്കിൽ നാം അത് ചെയ്യരുത്. ചെയ്യുന്നത് പാവമല്ല എന്ന് തോന്നും, പക്ഷെ നമുക്ക് പ്രയോജനമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാര്യവുമില്ല. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം നമുക്ക് എല്ലാം മനപ്പാടും അറിയാം. എന്താ പറയുന്നത്? ആകെ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്താണ് പിന്നെ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി അർപ്പിക്കാൻ. എങ്ങനെയുള്ള യാഗമാണ്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ഇത് യാഗശാലയിൽ വെക്കേണ്ട ശരീരമാണ്. അവിടെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ കയ്യും കാലും മാത്രമല്ല, എന്നെ മൊത്തം വിചാരിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിത്വ വസ്തുത്വം എല്ലാം ഉൾപ്പെടെയാണ്. എങ്കിലും എൻ്റെ ശരീരം എന്ന് പറയുന്നതുകൊണ്ട് ശരീരത്തിനാണ് പ്രാധാന്യം. കാരണം എൻ്റെ ശരീരത്തിൽ കൂടെ ഞാൻ എല്ലാം ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പാടുന്നത്, ഞാൻ പോകുന്നത്, ഞാൻ കഴിക്കുന്നത്, ഞാൻ തിന്നുന്നത്, ഞാൻ സുവിശേഷം പറയുന്നത് എല്ലാം എൻ്റെ ശരീരം കൊണ്ടാണ്. എൻ്റെ ശരീരം എപ്പം നിർജ്ജീവമാകും പിന്നെ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുക. എൻ്റെ ആത്മാവ് ഒന്നും ചെയ്യാൻ ഒക്കില്ല. എൻ്റെ ശരീരം നിർജ്ജീവമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ്ലെസ് ആണ്. എൻ്റെ ആത്മാവിന് അങ്ങ് പറന്നു പോവുകയാണ്. നിർജ്ജീവമായ ഒരു ശരീരത്തിൽ എൻ്റെ ആത്മാവ് ഒരു സെക്കൻഡ് പോലും ജീവിക്കുകയില്ല. അതുകൊണ്ട് ജീവനുള്ളതായിരിക്കുന്ന ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണമെന്നാണ്. അപ്പൊ നമ്മള് അതൊക്കെ ചോദിക്കണം. എൻ്റെ കൈയും എൻ്റെ കാലും എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ മറ്റ് ശരീരഭാഗങ്ങളും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുന്ന യാഗമായിട്ടാണോ ഞാൻ അർപ്പിക്കുന്നത്? ഈ യാഗത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ജീവനുള്ള യാഗമാണ്, ജീവനുള്ള യാഗമാണ്. പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും കൊല്ലുന്ന യാഗങ്ങളാണ്, മരിച്ച യാഗങ്ങളാണ്. ഒരുത്തൻ്റെ ആട്ടുംകുട്ടിയെ കൊണ്ട് വന്നാൽ ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നു, യാഗപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ കെട്ടി, അവൻ അതിന്മേൽ കൈവച്ചു, അവൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു, കത്തിയെടുത്തു, കഴുത്തറ. അത് പിടഞ്ഞ് നിർജ്ജീവമായി, കംപ്ലീറ്റ് നിർജ്ജീവമാകുമ്പോഴാണ് പിന്നെ അത് തിരിച്ചത് യാഗം. പക്ഷെ ഈ യാഗം എന്ന് പറയുന്നത് അങ്ങനെ ജീവനുള്ള യാഗമാണ്. ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നു, യാഗപീഠത്തിന്മേൽ കിടത്തി, കയ്യും കാലും വലിഞ്ഞു മുറുക്കി അവിടെ വെച്ചേക്കുക. സ്വയമായി ചാകുന്നത് വരെ അവിടെ വെച്ചേക്കുക. അവിടെ കിടന്ന് അലയ്ക്കുന്നതും വിളിക്കുന്നതും ഒക്കെ ദൈവത്തിന് പ്രസാദമായി ചെയ്തോണമെന്ന്. അതാണ് ജീവനുള്ള യാഗം എന്ന് പറയുന്നത്. ഒരു നിമിഷം കൊണ്ടങ്ങ് ചത്തയ്ക്ക് പ്രയാസമില്ലായിരുന്നില്ല, ചാകുകയില്ല, കൊല്ലുകയുമില്ല. നീ ജീവനുള്ള യാഗമായി കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ യാഗപീഠത്തിന്മേൽ കയ്യും കാലും കെട്ടി അവിടെ ഇട്ടേക്കാം. നീ ജീവനുള്ള യാഗമായി.
അപ്പൊ ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് ഒരു യാഗമായി ജീവിക്കണമെന്നാണ്. ദൈവത്തിന് പ്രസാദമുള്ള പോക്ക്, ദൈവത്തിന് പ്രസാദമുള്ള വരവ്, ദൈവത്തിന് പ്രസാദമുള്ള എല്ലാ കാര്യങ്ങളും, ഇതൊന്നും ഇല്ലാതൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും? ചിലർ ഇത് കേട്ട് പറയും സ്വർഗത്തിൽ പോകണ്ട. കഴിഞ്ഞ ദിവസം ഞാനൊരാൾ സുവിശേഷം പറയാൻ പോയി. ഞാനിങ്ങനെ സുവിശേഷം പറഞ്ഞ് ഭാര്യയും ഭർത്താവും അത്ര നല്ല ബന്ധത്തിലല്ലായാലും ഭർത്താവിനോട് സുവിശേഷം പറഞ്ഞ് അദ്ദേഹം ഏറ്റു പറഞ്ഞു. മുമ്പ് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യമല്ല, മുമ്പ് സഹോദരന്മാർ പോയി ഏറ്റു പറഞ്ഞു. ഞാൻ പുറകെ പോയി, അദ്ദേഹം ഏറ്റു പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ഏറ്റു പറഞ്ഞു. കാര്യം മുറിച്ച് കളഞ്ഞു. ഭാര്യ സുവിശേഷം കേൾക്കാൻ വരികയില്ലെന്ന് സഹോദരന്മാരോട് നേരത്തെ പറഞ്ഞിരുന്നു. വീട്ടിൽ പോയാൽ ഭാര്യ സുവിശേഷം കേൾക്കാൻ പോയി. ഞാൻ ഭാര്യയെ വിളിച്ചു, അവളും വിളിച്ചു. ഏതായാലും അവർ വന്നു. ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞു. അകത്തെ മുറി മാറി. ഞാൻ പറഞ്ഞു എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കണം, കസേരയിലോണ്ടിരിക്കാൻ പറഞ്ഞു. കസേരന്ന് ഞാനിങ്ങനെ സുവിശേഷം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇപ്പൊ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണ്, യഥാർത്ഥത്തിലാണ് അദ്ദേഹം ഏറ്റു പറഞ്ഞെങ്കിൽ അദ്ദേഹം മരിച്ച സ്വർഗത്തിൽ പോകും. അപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ പേര് വിളിച്ച് ചോദിച്ചു, മരിച്ച എവിടെ പോകുന്നു? ഭർത്താവിനോട് പോകണ്ടേ എന്നപ്പോ അവര് പറഞ്ഞ, എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാലും ഇവിടെ തിരിച്ചു ചോദിച്ചു. ഈ ശല്യം ഇവിടെ വെച്ചാൽ ഒഴിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകും. പണ്ട് ഇതുപോലെ വേറൊരാൾ പറഞ്ഞു നോക്കുന്നു. ദേവസ്വം ഞങ്ങൾ തൃശ്ശൂർ താമസിക്കുമ്പോൾ അടുത്തൊരു തടിമില്ലുണ്ട്, തടി കയറ്റുന്ന ആളാണ്. ദേവസ്വയുടെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് മരിച്ചാല് എവിടെ പോകുന്ന ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ തന്നെ ജീവിതഭാരമായിട്ട് എങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നാ. ഇനി നിങ്ങൾ പറയാ നിത്യകാലം പിന്നെ ജീവിക്കുമെന്ന്. വിട് സാറേ, ശല്യം ചെയ്യാനിരിക്കും മനുഷ്യനെ. എങ്ങനെയെങ്കിലും ഇവിടെ ചത്തിട്ട് പോകാനായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ രസം എന്ന് പറയുന്നത് അങ്ങനെ പോകാനൊക്കെയില്ല. നിത്യതയെ പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ന്യായവിധി കണക്ക് കൊടുക്കുക എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങൾക്ക് കണക്ക് കൊടുക്കുന്നത് പോലും എന്തോ ഒരു പ്രയാസമാണെന്നറിയാം. ചെറിയ കാര്യങ്ങൾ വലിയ പ്രയാസമാണ്. ചില സമയത്ത് ഒരു 10 പൈസയ്ക്ക് വേണ്ടി കണക്ക് കൊടുക്കുന്ന വലിയ പ്രയാസം എന്ന് പറയാൻ. 10 പൈസ കുറഞ്ഞു പോയെങ്കിലേ ചില ആളുകൾ 10 പൈസ പോട്ടെ നോക്കിയില്ല. 10 പൈസന്റെ കണക്ക് ഇവിടെ 10 പൈസക്ക് എന്ത് സംഭവിച്ചു? അവസാനം പറയണം, ഞാൻ ഒരു പക്ഷേ അയാൾ കുറച്ചാ തന്നെ, നീ എണ്ണി നോക്കിയില്ല, ഇല്ല എണ്ണി നോക്കിയില്ല, ഞാൻ കിട്ടിയത് പോക്കറ്റിട്ട് നീ പോകുന്നെന്ന് പറഞ്ഞു. അല്ലേ ഞാനത് 10 പൈസ കൊടുത്ത് മുട്ടായി വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്താ സത്യം അത് പറയാം? എന്തെങ്കിലും പറഞ്ഞ നോക്കുകയില്ല. അപ്പൊ ചില മനുഷ്യർ ഇവിടുന്ന്, വിശ്വാസികളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ്. അവർ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവരോട് ദൈവ ന്യായവിധി കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും കൂടി ചോദിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നീ വലിയ ശാപ്പാട്ടുരാമനായിരുന്നല്ലേ? തിന്നതും കുടിച്ചു എന്റെ ബൗദ്ധത്തിന് വേണ്ടി അല്ലല്ലോ. നീ വലിയ ഉറക്കപ്രിയനായിരുന്നല്ലേ? നീ എത്ര മണിക്കൂർ ഉറങ്ങുമായിരുന്നു? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ചോദിക്കും. അപ്പം നിന്ന് ബബ്ബബ്ബാബെന്ന് കർത്താവിൻ്റെ ഒക്കെ പറയാൻ നോക്കുകയില്ല. മറ്റിടത്തൊക്കെ പറയാം. കർത്താവിൻ്റെ എത്ര പ്രാവശ്യം സോറി 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 പറയാം. അതും പറയാൻ ഒക്കുകയില്ല. ഒരു കുട്ടി നരകത്തിൽ കൂടെ ശരിക്കുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഏതാ? ദാസനാ. ദാനം കൊടുത്ത ദാസൻ, താലന്ത് കൊടുത്ത ദാസൻ ആ താലന്ത് ശരിക്കും ഉപയോഗിക്കാഞ്ഞിട്ട് മറ്റ് ദാസന്മാർക്കെല്ലാം 2 പട്ടണത്തിൽ നിന്ന് 4 പട്ടണത്തിന് അധികാരം കൊടുത്തപ്പോൾ ഈ ഒരു ദാസനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് കുറച്ചു നേരം കരയാനൊരു സ്ഥലമുണ്ട് കേട്ടോ സ്വർഗത്തിന്. ഈ ന്യായവിധി തീരുന്നവരെ അവിടെ നിന്ന് കരയണം. എല്ലാവരുടെയും ന്യായവിധി കുറേ പേരില്ലേ, എല്ലാവരുടെയും തീരുന്നവരെ അവിടെ നിന്ന് കരയണം. അതുകൊണ്ട് തീരുമോ? നിത്യത മുഴുവൻ നമ്മളെ കാണുന്നവരെല്ലാരും പറയും, ഭൂമി നല്ല രസമായിരുന്നല്ലേ. നിന്നെ കാണുമ്പോൾ അറിയാം നിന്റെ തലേ കിരീടങ്ങളൊന്നുമില്ല, നിന്റെ മുഖത്ത് നോക്കിട്ടുള്ള ഒരു കരിവാളിപ്പ്, ഒരു സന്തോഷമില്ലാത്ത എന്താ? പ്രിയമുള്ളവരെ, ജീവിതത്തെ ഗൗരവമായി എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ജീവിതത്തെ ഗൗരവമായി എടുക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഐ വാണ്ട് ടു ബി ഇൻ ഫസ്റ്റ് ക്ലാസ്. അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ക്ലാസ് കണ്ടീഷനിലായിരിക്കണം, ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒരു തെണ്ടിയായിട്ടിരിക്കേണ്ട, ഒരു കോടീശ്വരനായിട്ട്. എന്തിനു പറയുന്നു? കുടുംബജീവിതത്തെ പറ്റി പോലും ചോദ്യങ്ങളുണ്ടാകും. ഞാൻ ഒരു ദൈവദാസന്റെ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കിയതാണ്. അന്ന് നീ ദൈവസന്നിധി നിൽക്കുമ്പോൾ ചോദിക്കും, ഞാൻ നിനക്ക് സുന്ദരിയായ ഒരു സ്ത്രീയെ തന്നു. നിങ്ങൾ പറയായിരിക്കും എന്റെ ഭാര്യയെ കണ്ട സുന്ദരിയില്ല, നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ദൈവം പറയുന്നത്, ഞാൻ നിനക്ക് സുന്ദരിയായ ഒരു ഭാര്യയെ തന്നു, നീ അവളെ കൊണ്ട് എന്ത് ചെയ്യും? അടിമപ്പണി ജയിച്ച് കണ്ടില്ലേ അവരുടെ കോലം? നീ അവളുടെ ആവശ്യങ്ങൾ, ശാരീരികവും മാനസികവും ലൈംഗികവും വൈകാരികവുമായ ആവശ്യങ്ങൾ നീ നിർവഹിച്ചോ? ആ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്? ഇറ്റ്സ് വെരി സീരിയസ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവനാമഹത്വത്തിനോട് ചെയ്യാനാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏതൊരു പ്രവൃത്തിയും ദൈവനാമഹത്വത്തിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്യണം. ജീവനുള്ള യാഗമായി, ദൈവത്തിന് കൊള്ളാകുന്ന യാഗമായി നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നാം ഗൗരവമായി എടുക്കണമെന്ന് എനിക്ക് പറയാം. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ വല്ലതും നല്ലതായ നമുക്ക് നമ്മുടെ പരിസ്ഥിതി അനുസരിച്ച് ചെയ്യാവുന്ന നല്ല സാധനങ്ങൾ കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ആവശ്യത്തിന് എന്ത് കാര്യം ചെയ്യുക. നമ്മുടെ സമയത്തെ വളരെ കൃത്യമായി ഉപയോഗിക്കുക, ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യുക.
രണ്ട് കൈ കൊണ്ട് അധ്വാനിക്കരുത്, ഒരു കൈ കൊണ്ട് അധ്വാനിച്ച് ഒരു കൈ കൊണ്ട് വിശ്രമിക്കുക. ഏത് കാര്യവും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യണം. അത് ചെയ്താൽ ഒരു നിത്യത മുഴുവൻ നിലനിൽക്കുന്നതായിരിക്കുന്ന പ്രശംസയും അഭിമാനവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു നിത്യത മുഴുവൻ നിലനിൽക്കുന്ന പ്രശംസയും അഭിമാനം. പഠിച്ച് നടന്ന കാലത്ത് രാഷ്ട്രീയവും കളിച്ച് അതും കളിച്ച് ഇതും കളിച്ച് നടന്നു. അവസാനം പരീക്ഷ വന്നപ്പോൾ കാര്യമായിട്ടൊരു നേട്ടവും ഉണ്ടായില്ല. കൂട്ടുകാരൊക്കെ കൂടെയുള്ളവരെ വലിയ വലിയ ജോലികൾ, കളക്ടർമാരും ഡോക്ടർമാരും ഇങ്ങനെയൊക്കെ ആയി. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ നമ്മൾ മാറിപ്പോകും. അല്ലെ, എന്നോട് പഠിച്ച അവൻ ഡോക്ടർ, അവൻ്റെ കളക്ടറാണ്, അവൻ്റെ മുന്നേ ഞാൻ ചെന്നൊരു ആപ്ലിക്കേഷൻ കൊണ്ട് അവൻ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് തിരിച്ചെന്തെങ്കിലും മൈൻഡ് ചെയ്യില്ല. നമുക്ക് വലിയ പ്രയാസം തോന്നും. നമ്മൾ അറിയാവുന്നവരും പരിചയമുള്ളവരും നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും എന്ന വാക്ക് കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് കേട്ട് സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് കഴിയും. നാലാമത് നമുക്ക് ആവശ്യമായിരിക്കുന്ന അച്ചടക്കം നമ്മുടെ ആത്മീയ മാനസിക അച്ചടക്കമാണ്. നമ്മുടെ ആത്മീയ മാനസിക അച്ചടക്കം. നമ്മുടെ ശരീരത്തിന് അച്ചടക്കത്തെക്കുറിച്ചാണ് പ്രധാനമായി പറഞ്ഞു വന്നത്. എന്ന് പറയാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾ വിജയകരമായി ചെയ്യുവാൻ ആവശ്യമായ ഒരു ആത്മീയ മാനസിക ഒരുക്കമുണ്ട്, അച്ചടക്കമുണ്ട്. അത് കർത്താവിൻ്റെ മക്കൾക്കുണ്ടായിരിക്കേണ്ടതാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ അല്ലെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലൊക്കെ കർത്താവ് ഇങ്ങനെ 70 വിളിച്ച് അവരെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അവർക്ക് ഒരു 10-20 കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, 10-20 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പല കാര്യങ്ങളും, അത് തിന്നുന്നതിനെ കുറിച്ച്, താമസിക്കുന്നതിനെ കുറിച്ച്, പോകുന്നതിനെ കുറിച്ച് എല്ലാം, എത്ര വസ്ത്രം കൊണ്ടുപോകണം, എത്ര ചെരുപ്പ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അവിടെ സമാധാന പുരുഷൻ ആരോടും നോക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു വീട് ഏതാണെന്ന് നോക്കുക. ആ വീട്ടിൽ ചെന്ന് അവരുടെ വന്ദനം പറയുക. ഞങ്ങൾ ഇവിടെ സുവിശേഷ വേലയ്ക്ക് വന്നവരാണ്, ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾ സൗകര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഓയ്യോ, ഉണ്ടല്ലോ, കർത്താവിൻ്റെ ദാസന്മാർക്ക് സൗകര്യം ഉണ്ടല്ലോ എന്ന് കയറി വന്നാട്ടെന്ന് പറഞ്ഞു. അവർ ചെന്ന് 2 മുറിയൊക്കെ കാണിച്ചെന്ന് നിങ്ങൾ ദേവദാസന്മാരോട് സംബന്ധിച്ച് ആഹാരമൊക്കെ ഞങ്ങൾ തന്നേക്കാമെന്ന് പറഞ്ഞാൽ അവരെന്ത് തരുന്നോ നിങ്ങളത് കഴിച്ചോണം. എന്താണ് തരുന്നത് അത് കഴിച്ചോണം. അതിൽ ഇത് വേണമെന്ന്, ഉപ്പില്ലെന്ന്, മുളകില്ലെന്ന്, ഇറച്ചിയില്ലായിരുന്നു, മീനില്ലെന്ന് ഒന്നും പറയരുത്. അവർ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് എന്ത് സ്തോത്രത്തോടെ കഴിച്ചോളാം. നമ്മുടെ എന്തൊരു മാനസിക ഒരുക്കം വേണമെന്നറിയാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഭോപ്പാലിലായിരിക്കുന്ന കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ട പേരുള്ളതായിരിക്കും ദൈവദാസൻ, വളരെ കഴിവും പ്രാപ്തിയുള്ളൊരു ദൈവദാസൻ. എങ്കിലും അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തെ പറ്റി എനിക്ക് തീരെ മതിപ്പ് തോന്നിയില്ല. അദ്ദേഹം അവിടെ വരികയായിരുന്നു ഭോപ്പാലിൽ. അദ്ദേഹത്തെ 2 മാസം മുമ്പേ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയൊക്കെ സന്ദർശിക്കുകയാണ്, അക്കൂട്ടത്തിൽ ഭോപ്പാൽ നിങ്ങളുടെ ഒരിക്കലും വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോടല്ല അവിടെ ദൈവദാസൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു. അദ്ദേഹം ഇവർ വന്നപ്പോൾ 2 ദൈവദാസന്മാരുണ്ട്. അവർ വന്നപ്പോൾ ഞാനും കാണാൻ ചെന്നു. എന്നെ ഏറെ പരിചയമുള്ള ആളുകളാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ദൈവദാസന്മാർ വരികയും താമസിക്കുകയും ചെയ്തുകൊണ്ട് ഇവർക്കെല്ലാം എൻ്റെ ചെറുപ്പത്തിലേ അറിയാം. അപ്പം ഞാനും ചെന്നു. ബ്രദറെ കുറച്ച് പറഞ്ഞു. അപ്പോൾ 4 മണിയായപ്പോൾ ചായ കൊണ്ടുവച്ചപ്പോൾ ചായ റസ്കുമേ ഉള്ളൂ. 4 മണിക്കത്തെ ചായ റസ്കുമേ ഉള്ളൂ. ഈ ദൈവദാസൻ ചോദിച്ചു, ഞാൻ കയറി വന്നാണോ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് വന്നാണോ? ഞാൻ നേരത്തെ അറിയിച്ചിട്ട് വന്നതല്ലെന്ന് ചോദിച്ചാൽ, ഇതെന്താ കൊണ്ടുവച്ചിരിക്കുക? ഉണക്ക റസ്കോ, എടുത്തുകൊണ്ട് പോകാം. എനിക്ക് 4 മണിക്ക് കശുവണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പിന്നെ വേറെ 3-4 സാധനങ്ങളുടെ പേര് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ മുറി പോയി അദ്ദേഹത്തിന്റെ പെട്ടി തുറന്ന് ഈ സാധനങ്ങൾ എടുത്തിട്ട് വന്ന് അവിടുന്ന് കഴിച്ചു. അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞതാണ്. ഇപ്പൊ എനിക്ക് വലിയ പ്രയാസം തോന്നി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനന്നേ അങ്ങനെ പറയില്ല. ബ്രസ്ക് ഇഷ്ടമല്ലെങ്കിൽ എടുത്തിട്ട് പോകുന്നതും പറയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ജോലി 365 ദിവസവും ഇതാണ്, യാത്രയും പ്രസംഗവും. എന്റെ ആഹാരത്തിൽ ഞാൻ നിഷ്കർഷ പാലിച്ചില്ലെങ്കിൽ നാളെ എനിക്ക് പോകാനും. നിങ്ങൾക്ക് പ്രയാസം തോന്നിയെങ്കിലും എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് വിശ്വസ്തമായി ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ നോക്കി. ശരിയല്ലേ? അപ്പൊ ശരീരത്തെ നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മാനസികമായ ഒരുക്കം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ശാരീരികമായ കാര്യത്തിൽ നിഷ്കർഷയുള്ളവനായിരുന്നെങ്കിലും മാനസികമായ കാര്യത്തിൽ നിഷ്കർഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് പ്രയാസം വരും? നമ്മെപ്പറ്റി അവരെന്ത് ധരിക്കും? അത് നമ്മുടെ ശുശ്രൂഷയെ ബാധിക്കുന്നതല്ലേ? ഇത് പറഞ്ഞിട്ട് വൈകിട്ട് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഉപദേശിയില്ല, കാര്യമായിട്ടൊക്കെ പ്രസംഗിക്കും, പക്ഷേ ചാപ്പാട്ടിക്കാൻ വരുമ്പോൾ കശുവണ്ടിപ്പരിപ്പില്ലെങ്കിൽ മുഖത്ത് നോക്കണം എന്നല്ലേ പറയുന്നത്. അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊരു സുഖമുള്ള കാര്യമല്ല, ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. ഇതേ ദൈവദാസനെ ഓർക്കുന്നുണ്ടൊരിക്കൽ എൻ്റെ അപ്പച്ചന് ഒരു കൺവെൻഷൻ വിളിച്ചപ്പോൾ 4 മണിക്ക് ഒരാഴ്ചത്തെ മീറ്റിംഗ്, 4 മണിക്ക് എല്ലാവർക്കും കപ്പ വേവിച്ചത് മീൻകറിയാണ്. ഒത്തിരി പ്രദേശമായിരുന്നു. ഈ ഒരു ദൈവദാസൻ മാത്രം പറഞ്ഞു, എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, കപ്പ വേവിച്ച മീൻകറി എൻ്റെ മുന്നിൽ കൊണ്ടുവെക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പ്രമേഹ രോഗിയാണ്, എനിക്കറിയില്ല എനിക്ക് പ്രമേഹമുണ്ടെന്ന്. കപ്പ ഒന്നും കൊണ്ടുവെക്കാൻ എനിക്ക് ഒരു പ്രസംഗിക്കണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു ദൈവദാസൻ, എന്ന് അദ്ദേഹത്തെക്കാൾ പേരെടുത്തതും കഴിവുള്ളവരും, അദ്ദേഹത്തെക്കാൾ എല്ലാ നിലയിലും വലുതാണ്. അദ്ദേഹം പ്രമേഹ രോഗിയാണ്. അപ്പൊ അദ്ദേഹം ഈ ദൈവദാസനോട് പേര് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റായിപ്പോയി. ഈ സഹോദരന്മാർ ഇത്രയും കപ്പയും മീൻകറിയും ഉണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അവർക്കറിയാം.
അപ്പൊ നിങ്ങളിത് സ്തോത്രം ചെയ്ത് കഴിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞതിന്റെ മുന്നേ കൊണ്ടുവെക്കരുത്. അത് ദൈവദാസൻ ചോദിച്ചാണെന്ന് ചോദിച്ചു. നിങ്ങളെ പോലെ തന്നെ ഞാനും രോഗിയാണ്, നിങ്ങളെക്കാൾ വലിയ പ്രമേഹ രോഗിയാണ് ഞാനെന്ന് പറഞ്ഞു. ഞാനത് കഴിച്ചല്ലോ, പിന്നെ ഇത് കഴിക്കുന്നത്. ഞാനും നിങ്ങളെ പോലെ നടന്ന് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ മാനസിക ഒരുക്കം എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ അടിമകളാണ്, നമ്മുടെ പ്രമേഹ രോഗത്തിന് നമ്മൾ അടിമകളാണ്, നമ്മുടെ പ്രഷറിന് നമ്മൾ അടിമകളാണ്. നമ്മൾ പ്രഷറും പ്രമേഹവും ഒക്കെ നോക്കണം, പക്ഷേ അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. നാം അതിനെ കൺട്രോൾ ചെയ്യും. അതെ, അല്പം കഴിച്ചാൽ മതി, ഒരു ശകലം എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കമന്റ്സ് ഒന്നും നമുക്ക് പാസ്സാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നാം ഇതൊക്കെ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായി സുവിശേഷം 10:1 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, നല്ലതാണ്. ഈ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് പറഞ്ഞാണ്, പക്ഷെ നമുക്കതിന് സമയമില്ല. 7 ഖണ്ഡികകളായിട്ടാണ് കർത്താവ് പറഞ്ഞത്. 7 ഖണ്ഡികകൾ, 7 പാരഗ്രാഫ്. ഈ 7 പാരഗ്രാഫിനെ നമുക്ക് വേണമെങ്കിൽ 3 പാരഗ്രാഫായിട്ട് ചുരുക്കിയത് 10-ാം അധ്യായത്തിൽ 1 മുതൽ 15 വരെയുള്ളതായിരിക്കുന്ന ഭാഗത്തെ 1-ാം പാരഗ്രാഫായിട്ട് എടുക്കാം. ഈ ഭാഗത്ത് ശുശ്രൂഷയ്ക്കായുള്ള വിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. അതായത് കർത്താവിന്റെ വേല ചെയ്യുന്ന ആരായാലും ശരി, നിങ്ങളിത് ഫുൾ ടൈം വർക്കേഴ്സിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആരായാലും ശരി, നിങ്ങളെ സുവിശേഷ വേല ചെയ്യുന്ന കർത്താവ് എന്നെ ഇതിന് വിളിച്ചാണ്. കാരണം സുവിശേഷം പറയാനുള്ള കൃപാവരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പാട്ട് പാടുമ്പോൾ സഭയിൽ വരുമ്പോൾ പാടാനുള്ള കൃപാവരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള വോയിസ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ശുശ്രൂഷിപ്പാനുള്ള കൃപാവരം എനിക്ക് തന്നിട്ടുണ്ട്. പായിടാനോ കസരയിടാനോ കഞ്ഞി കോരി വിളമ്പി കൊടുക്കാനോ എനിക്ക് അതിനുള്ള കൃപാവരം ദൈവം തന്നിട്ടുണ്ട്. പ്രബോധനം പറയാനുള്ള കൃപാവരം എനിക്ക് നമ്മുടെ കൃപാവരത്തെക്കുറിച്ചും വിളിയെക്കുറിച്ചും നമുക്കൊരു ബോധ്യത വേണം. അത് നമ്മുടെ മാനസിക ഒരുക്കത്തിന്റെ ഭാഗമാണ്. ഒരാഴ്ച മുഴുവനും തിങ്കളാഴ്ച തുടങ്ങി ചിന്തിക്കുന്നതാണ്, ദൈവം എനിക്ക് പ്രബോധനം വരം തന്നിട്ടുണ്ട്. ഞാൻ ഈ ഞായറാഴ്ച ചെല്ലുമ്പോൾ എൻ്റെ ദൈവജനത്തോട് ഞാൻ എന്താണ് പറയേണ്ടത്, ദൈവത്തിന്റെ സന്ദേശം അവർക്ക് എന്താണ്, ശുശ്രൂഷിക്കാനുള്ള വരമാണ് കർത്താവ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ എന്താണ്, മറ്റാരും അറിയില്ല. ഞാൻ രാവിലെ ചെന്നല്ലേ, തലേ ദിവസം വൈകിട്ട് ചെന്ന് മുറ്റമെല്ലാം അടിച്ചു വാരി പാത്രങ്ങളെല്ലാം കഴുകി കത്തറയെല്ലാം ഇട്ട് പായി വിട്ട് വൃത്തിയാക്കി എല്ലാം തുടച്ചിട്ടേച്ച് പോരും. രാവിലെ ആളുകൾ വരുമ്പോൾ ആരായിട്ട് ചെയ്തതെന്ന് അവരതിശയിക്കും. കാരണം ദൈവം എനിക്ക് തന്നിട്ടുള്ള വിളിയും കൃപാവരും അതാണ്. അങ്ങനെ ചെയ്യണം. എനിക്കങ്ങനെ ശുശ്രൂഷയ്ക്ക് കൃപാവരം തന്നിട്ടുള്ള ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭോപ്പാലായിരുന്ന കാലത്ത് 7 വർഷവും ഞാനാണ് അവിടെ തിരുവത്താഴം ഒരുക്കിയതും തറ വെള്ളം കൊണ്ടുവന്ന് എല്ലാ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ വെള്ളം 6-ാം നിലയാണ്, 6-ാം നിലയിൽ പൈപ്പിൽ നിന്ന് വെള്ളം വരിക, 1-ാം നിലയിൽ പോയി വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം തുടച്ച് തറയെല്ലാം തുടച്ച് പായിട്ട് കസേരയിട്ട് എല്ലാം 7 വർഷം ഞാനാ ചെയ്തു. ഒരു മനുഷ്യനും വേറെ ചെയ്യാൻ ഞാൻ അനുവദിച്ചില്ല. എൻ്റെ കൃപാവരം അതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യുന്നതല്ല. ഞങ്ങൾ താമസിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സഭായോഗമുണ്ട്. ആഹാരം ഗ്രേസ് തന്നെ ഉണ്ടാക്കി, വേറെ ആരും ഒരു സൗകര്യമാരും വീട്ടിൽ സഹായത്തിന് വന്നിട്ടില്ല. ഞങ്ങൾക്ക് 5 പിള്ളേരുമുണ്ട്. ഈ പിള്ളേരെ നോക്കി എങ്ങനെയായാലും 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം ഒരുങ്ങി, ഗ്രേസും ഒരുങ്ങി, പിള്ളേരും ഒരുങ്ങി, ഞങ്ങൾ ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കും. ആഹാരം എല്ലാം റെഡിയാണ്. 4 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 3 മണിക്ക് എഴുന്നേക്കും, എല്ലാം റെഡി. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെയുള്ളതായിരിക്കും ഒരു ഉത്തരവാദിത്വ ബോധം വേണം. എൻ്റെ ഭാര്യ അങ്ങനെ കിടന്ന് ബന്ധപ്പെടുമ്പോൾ അയ്യോ എൻ്റെ ഭാര്യയെ കൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അതിന് പ്രതിഫലം സ്വർഗത്തിൽ കിട്ടും. ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പ്രതിഫലമായി 78 വയസ്സുള്ളപ്പോഴും ഇങ്ങനെ ജീവിക്കരുടെയാകുന്നത്. 7 ബ്ലോക്കും കൊണ്ട് 10-15 കൊല്ലം ജീവിച്ചു. ഓരോരുത്തർക്ക് ഒരു ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് അയ്യോ അയ്യോ എന്ന് പറഞ്ഞു 7 ബ്ലോക്കും കൊണ്ടാണ് 10-15 കൊല്ലം ജീവിച്ച ഡോക്ടർ ഇന്നും പറയും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് അവസാനം ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ജോലികൾ നാം ചെയ്യണം. അപ്പൊ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപാവരും വരപ്രകാശത്തിലുള്ള ആന്തരിക ഒരു സമ്മർദ്ദം എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതെനിക്ക് പ്രസംഗിക്കാനുള്ളതായിരിക്കുന്ന സമ്മർദ്ദമുണ്ട്. പോയിരുന്ന ദൈവം പ്രസംഗിക്കേണ്ട ആളാണ്. അതുകൊണ്ട് വചനം പ്രിപ്പയർ ചെയ്യും. 1, 2, 3 പ്രസംഗം എപ്പോഴും മുന്നമേ പ്രിപ്പയർ ചെയ്ത് വെക്കും. കാരണം പല സന്ദർഭങ്ങളിലല്ലേ മരിച്ചെടുത്ത് പ്രസംഗിക്കാനും ജനിച്ചെടുത്ത് പ്രസംഗിക്കാനും ഇങ്ങനെ ഓരോന്നിനുള്ളതായിരിക്കുന്ന വചനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നറിയാൻ. എന്നെ വിളിച്ച് പ്രസംഗിക്കാൻ, അപ്പൊ ഞാൻ പ്രസംഗിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രസംഗം റെഡി ആയിരിക്കണം. ഞാൻ തയ്യാറല്ല എന്നൊരു മറുപടി എനിക്ക് പറയാൻ ഒക്കില്ല. ബ്രദറെ ഞാൻ റെഡി എന്ന് പറയാൻ ഒക്കില്ല. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാനാണ്. എനിക്ക് മാത്രമുള്ളതല്ലേ. നിങ്ങളുടെ കൃപാവരം എന്തോ ആ കൃപാവരം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നമുക്കുണ്ട്. നിങ്ങൾക്ക് അറിയാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ശാരീരിക ക്ഷീണം, മാനസിക ക്ഷീണം, മറ്റുള്ളവരെ കളിയാക്കലുകൾ, എന്തെല്ലാം കാര്യങ്ങൾ. സാമ്പത്തിക ഞെരുക്കം വരാം, കുടുംബ പ്രശ്നങ്ങൾ വരാം, ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, സഹോദരന്മാരെ തെറ്റിദ്ധരിച്ചെന്ന് വരാം, അസൂയ ഉണ്ടാകാം, അപവാദം ഉണ്ടാകാം, എന്തെല്ലാം പ്രശ്നങ്ങൾ, നമ്മുടെ സമ്മർദ്ദങ്ങൾ നമ്മുടെ ശുശ്രൂഷ തലത്തിൽ നമുക്കുണ്ടാകാം. നിങ്ങൾ വേലക്കാരൻ മിഷനൊന്നും ആകേണ്ടത്, സാധാരണ വിശ്വാസിയായ ഇതൊക്കെ വരാം. പക്ഷെ അതൊന്നും നമ്മൾ വകവെക്കാതെ എന്നെ എൻ്റെ ദൈവം വിളിച്ചേൽപ്പിച്ച ജോലികളാണ്, ഞാനത് ചെയ്തെങ്കിലേ മതിയാവും. ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം.
അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ ചെയ്തതായിരിക്കുന്ന കാര്യം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ശാരീരികമായ ഒരുക്കം പോലെ തന്നെ മാനസികമായ ഒരുക്കം, ഒരു ആത്മീകമായ ഒരുക്കം, എപ്പോഴും ഒരു മെന്റൽ റെഡിനെസ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ തളരും, ചെറിയ വിമർശനങ്ങൾ വരും. എന്തെല്ലാം വിമർശനങ്ങൾ വരുമെന്നറിയാം. ചില സമയത്ത് വിമർശനങ്ങൾക്ക് വരുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകും. തളരാൻ പാടില്ല. വിമർശനങ്ങൾ വരും. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഇറങ്ങി തിരിച്ചെങ്കിൽ വിമർശനങ്ങൾ വരും. അത് നിങ്ങൾ സഭയുടെ മൂപ്പനായാലും ഡീക്കനായാലും ശുശ്രൂഷ ചെയ്യുന്നവനായാലും പ്രസംഗിക്കുന്നവനായാലും നിങ്ങൾക്ക് വിമർശനങ്ങൾ വരും. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ വിമർശിക്കാനുള്ള അവകാശം സഭയിലെ വ്യക്തികൾക്കുണ്ട്. ശരിയായാലും വിമർശനം, തെറ്റായ വിമർശനം അവർക്ക് എൻ്റെ അവകാശം. കൃപയോടുകൂടെ കേട്ട് അവരെ നോക്കി ചിരിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബ്രദറെ എന്ന് പറയാനുള്ള ആ മാനസികാവസ്ഥ വേണ്ടത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ അതൊക്കെ തിരുത്താൻ ശ്രമിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയണം. തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ പറയണം. ഒരു കാര്യം ചെയ്യും ബ്രദറെ, നമുക്ക് 2 ദിവസം ഉപദേശിച്ച് പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാം. ബ്രദർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും ബോധ്യമില്ല. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചായിട്ടുണ്ട്. പക്ഷേ ബ്രദർ ഇത് പറഞ്ഞല്ലോ, ബ്രദർ നമുക്ക് ഒരുമിച്ചിരുന്ന് ഉപദേശിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തട്ടെ, അല്ലെ ദൈവം ബ്രദറിന് വെളിപ്പെടുത്തട്ടെ. അത്രയും പറഞ്ഞാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ബ്രദർ, ഉപദേശിക്കും പ്രാർത്ഥിക്കുമെന്നും വേണ്ട. ബ്രദറിനെ പറ്റി ആരും എനിക്ക് അങ്ങനെ സംശയം തോന്നി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നാ അങ്ങനെ പറയരുത്. സംശയം തോന്നുന്നു അങ്ങനെ പറയരുത്. ശുശ്രൂഷയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒക്കുകയില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. വിമർശനങ്ങളെ സഹിക്കുക എന്ന് പറയുന്നത് അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ്. നേതൃത്വത്തിൽ ഏത് ശുശ്രൂഷ, മൂപ്പരുമാകട്ടെ ഡീക്കനുമാകട്ടെ, പ്രബോധനം പറയുന്നവനായ മതി, വെറുതെ ശുശ്രൂഷ കസര ഇടുന്നവനായ മതി. ആരും വരുന്ന മതി കസര എന്നെ പൊടിയാകുന്നില്ല, ആരാ കസര ഇട്ടത്, ഇങ്ങനെയാണോ കസര ഇടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രയാസം വരികയില്ല. അപ്പൊ നമ്മളൊന്നും നമ്മൾ പറയും ഞാനാ ബ്രദറെ ഇട്ടത്, പൊടി ഉണ്ടല്ലേ, ആ ശരി, ചൂണ്ടിക്കാണിച്ചിട്ട് നന്ദി, ഞാൻ തുടക്കാം, ഇപ്പൊ തുടങ്ങാം, മേലിൽ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ കേട്ടോ. അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് വലിയ ലജ്ജയും നാണക്കേടും തോന്നുന്നു, പറയേണ്ടിയില്ലായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം വിജയകരമായിരിക്കുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഈ വിമർശനങ്ങളെ സഹിക്കാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ളതായിരിക്കുന്നത് കൊണ്ട് ചില ആളുകൾ അവരുടെ നേരെ എന്തെങ്കിലും വിമർശനം വന്നാൽ പിന്നെ അവർ ഒരു ശുശ്രൂഷയും ചെയ്യില്ല, അപ്പാടെ മുഖംപാടി, അപ്പാടെ അവർ ഇങ്ങനെ വലിയ പ്രയാസമാണ്. പ്രശംസയിൽ മാത്രം നമുക്ക് ജീവിക്കാനൊക്കില്ല. പ്രശംസകളേക്കാൾ വിമർശനങ്ങളാണ് നമ്മെ നല്ലവരാക്കുന്നത്. പ്രശംസ നമ്മെ എപ്പോഴും അഹങ്കാരികളും അങ്ങനെയൊക്കെ ആക്കും. പക്ഷേ വിമർശനങ്ങൾ നമ്മെ താഴ്മയുള്ളവരും വിനയമുള്ളവരും ഒക്കെ ആക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ആഴ്ച ബാക്കി കാര്യങ്ങൾ പറഞ്ഞു.